So in today's class, we are going to discuss about extraneous variable. Okay, ഒരു എക്സ്പെരിമെന്റിൽ വളരെയധികം ഇഫക്റ്റ് അല്ലെ എക്സ്പെരിമെന്റിനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് വേരിയബിൾസ് ആണ് എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, so extraneous variables are any variables other than independent variable that seem likely to influence the dependent variable in a specific study. അപ്പം എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ലാതെ ഏത് വേരിയബിൾ ആണോ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അങ്ങനെയുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. സോ എക്സ്ട്രേനിയസ് വേരിയബിൾസ് ആർ വേരിയബിൾസ് അതർ ദാൻ ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ that seems likely to influence the dependent variable in a specific study. ഇപ്പം നമ്മൾ സ്മോക്കിംഗ് ലീഡ്സ് ടു ലങ് ക്യാൻസർ എന്ന് പറയുന്നതിൽ സ്മോക്കിംഗ്, ആക്റ്റീവ് സ്മോക്കിംഗ് അല്ലാതെ പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുന്ന കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട്. സോ ഇറ്റ് ക്യാൻ ഓൾസോ ലീഡ് ടു ലങ് ക്യാൻസർ. സോ അങ്ങനെയുള്ള വേരിയബിൾസിനെയാണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ലാതെ ചില വേരിയബിൾസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആ വേരിയബിൾസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ആക്ച്വലി എക്സ്ട്രേനിയസ് വേരിയബിൾസിൻ്റെ അകത്ത് വരുന്ന ഒരു തരം സ്പെഷ്യൽ ആയിട്ടുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ കൺഫൗണ്ടിങ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ഓൾസോ വേരിയബിൾസ് വിച്ച് ആർ ലിങ്ക്ഡ് ടു ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഡിപ്പെൻഡൻറ്റ് വേരിയബിളുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കുറച്ച് സോർട്ട് ഓഫ് അതർ വേരിയബിൾസിനെ നമ്മൾ പറയുന്ന പേരാണ് കൺഫൗണ്ടിങ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്ട്രേനിയസ് വേരിയബിൾസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എക്സ്ട്രേനിയസ് വേരിയബിളിനെ വി വിൽ ബി ഏബിൾ ടു കൺട്രോൾ എക്സ്ട്രേനിയസ് വേരിയബിൾ. ബട്ട് കൺഫൗണ്ടിങ് വേരിയബിളിനെ ഒരു എക്സ്പെരിമെൻറ്ററിനെ സംബന്ധിച്ച് it is very difficult to sort out that specific effects. Clear ayo? Confounding variable is actually an extraneous variable. Okay, അപ്പം എല്ലാ കൺഫൗണ്ടിങ് വേരിയബിളും എക്സ്ട്രേനിയസ് വേരിയബിൾസ് ആണ്. പക്ഷേ എല്ലാ എക്സ്ട്രേനിയസ് വേരിയബിളും കൺഫൗണ്ടിങ് വേരിയബിൾ അല്ല. ക്ലിയർ ആണോ? എക്സ്ട്രേനിയസ് വേരിയബിൾസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ലാതെ ഏതൊക്കെ വേരിയബിൾ നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമോ അങ്ങനെയുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. കൺഫൗണ്ടിങ് വേരിയബിൾ ഈസ് ഓൾസോ ആൻ എക്സ്ട്രേനിയസ് വേരിയബിൾ. അതും എന്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, എക്സ്ട്രേനിയസ് വേരിയബിളിനെ വി വിൽ ബി ഏബിൾ ടു മാനേജ്, ഓർ അതിനെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. Whereas confounding variable is very difficult to sort out the effect of that particular variable in a study. So in a research, we can use a variety of safeguards to control for the extraneous variables. Extraneous variables ne control ചെയ്യാൻ നമുക്ക് പല safeguard ആയിട്ടുള്ള measures നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. Say for example, first such method is random assignments of subjects. ഇപ്പം നമുക്ക് എക്സ്പെരിമെൻറ്റിൽ, ഓക്കെ, ഐ ഹാവ് ഓൾറെഡി മെൻഷൻ ദാറ്റ് വി ഹാവ് ടു ഗ്രൂപ്പ്സ്, എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് ഉണ്ട്, കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ട്, പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. സോ ഇൻ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. വേറസ് ഇൻ കൺട്രോൾ ഗ്രൂപ്പ് വി ആർ നോട്ട് ഗിവിംഗ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. സോ ഈ രണ്ട് ഗ്രൂപ്പിനെ നമ്മൾ റാൻഡമായി ഈ രണ്ട് ഗ്രൂപ്പിലേക്കും സബ്ജക്ട്സിനെ അലോക്കേറ്റ് ചെയ്യുമ്പം if we are allocating the subjects in a randomized manner, it will give equal chance for being assigned to any group or condition of the study, condition in the study. So നമ്മൾ റാൻഡം ആയിട്ട് അസൈൻ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ altogether 60 students ഉണ്ടെന്ന് വിചാരിക്കുക. I allocated 30 students to experimental group and 30 students to control group. So I can use different measures. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 30 ആൾക്കാർ ആൽഫബറ്റിക് ഓർഡറിൽ ഫസ്റ്റ് 30 ഞാൻ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിലും നെക്സ്റ്റ് 30 ഞാൻ കൺട്രോൾ ഗ്രൂപ്പിലും ഇടുകയാണെങ്കിൽ, I cannot say that it is
റാൻഡം അസൈൻമെന്റ്. റാൻഡം അസൈൻമെന്റ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല, കൺവീനിയൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്തതാണ്. ഇവിടെ റാൻഡമൈസേഷൻ ഇല്ല. എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി, ഏത് ഗ്രൂപ്പിലും സെലക്ട് ചെയ്യപ്പെടാനുള്ള ഈക്വൽ ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടിയിട്ടില്ല. അപ്പം വാട്ട് ഐ ക്യാൻ ഡു, ഇപ്പോൾ റാൻഡം അസൈൻമെന്റിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ക്ലാസ്സിൽ 60 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ആ 60 സ്റ്റുഡൻസിൻ്റെയും പേര് ഞാൻ ചിറ്റ് എഴുതി എന്നിട്ട് ലോട്ടിട്ട് കിട്ടുന്ന 30 ആൾക്കാരെ ഞാൻ ഒരു എന്തിലേക്ക് എടുത്തു, എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിലോട്ട് അലോക്കേറ്റ് ചെയ്തു. അടുത്ത 30 ഞാൻ കൺട്രോൾ ഗ്രൂപ്പിലേക്ക് അലോട്ട് ചെയ്തു. ലോട്ട് വഴിയാണ് അലോട്ട് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. സോ ദാറ്റ് മീൻസ് എല്ലാ സ്റ്റുഡൻസിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. ഏത് കണ്ടീഷനിലോട്ടും സെലക്ട് ചെയ്യപ്പെടുന്നതിനുള്ള ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു മെത്തേഡിനെയാണ് നമ്മൾ റാൻഡം അസൈൻമെന്റ്സ് ഓഫ് സബ്ജക്ട് എന്ന് പറയുന്നത്, റാൻഡമൈസേഷൻ എന്ന് പറയും. അപ്പോൾ റാൻഡമൈസേഷൻ വരുമ്പോൾ എല്ലാവർക്കും ഈക്വൽ ചാൻസ് കിട്ടുകയാണ് സെലക്ട് ചെയ്യപ്പെടാൻ, അല്ലെങ്കിൽ ഏത് കണ്ടീഷനിൽ അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിലും അസൈൻ ചെയ്യപ്പെടാനുള്ള ഓപ്പർച്യൂണിറ്റി ഈക്വൽ ആയിട്ട് എല്ലാ പാർട്ടിസിപ്പൻസിനും കിട്ടുന്ന ഒരു പ്രോസസ്സാണിത്. ഈ പ്രോസസ്സിനാണ് റാൻഡമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റാൻഡമൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുക വഴി we can control extraneous variables to some extent. അപ്പോൾ നമുക്ക് extraneous variable കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെഷറാണ് എന്തെന്ന് പറയുന്നത് റാൻഡം അസൈൻമെന്റ് ഓഫ് സബ്ജക്ട്സ്. Apart from the randomization, counterbalancing is another technique or another procedure in which we can ensure or we can eliminate the effect of confounding variables. So confounding variables in the effect eliminate cheyanനുള്ള ഒരു പ്രൊസീജിയറിന്റെ പേരാണ് counterbalancing എന്ന് പറയുന്നത്. Okay, then let us see what is counterbalancing. Counterbalancing is a procedure for eliminating the effect of confounding variables by making sure that they are evenly distributed across experimental group and control condition. അപ്പോൾ നമുക്ക് കൺഫൗണ്ടിങ് വേരിയബിൾസിന്റെ പ്രസൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആ കൺഫൗണ്ടിങ് വേരിയബിൾസിനെ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിലും കുറെ പേരെ കൊടുക്കണം, കൺട്രോൾ ഗ്രൂപ്പിലും കുറെ പേരെ കൊടുക്കണം. ഈവൻ ആയിട്ട് വേണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. അപ്പം ഒരു വേരിയബിളിനെ നമ്മൾ ഗ്രൂപ്പ് എയിൽ കൊടുത്താൽ അടുത്ത വേരിയബിൾ നമ്മൾ ഗ്രൂപ്പ് ബിയിൽ കൊടുക്കും. സോ അങ്ങനെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ, ഒരു ബാലൻസ് ചെയ്യുന്നു. ഒരിടത്ത് മാത്രമായിട്ട് കൺഫൗണ്ടിങ് വേരിയബിൾ വരാതെ രണ്ട് ഗ്രൂപ്പിലും ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് കൗണ്ടർ ബാലൻസിങ് എന്ന് വിളിക്കുന്നത്. സോ കൗണ്ടർ ബാലൻസിങ് is a procedure for eliminating the effect of confounding variables by making sure that they are evenly distributed across the experimental and control conditions. So these are the two measures, say for example, two measures, that is randomization and counterbalancing are the two techniques which we are using to safeguard to control the extraneous variables. Extraneous variable control ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സേഫ്റ്റി മെഷേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ടെക്നിക്കാണ്. One is counterbalancing and the other one is randomization. Let us see what are the merits and demerits of experimental research. Experimental research merits പറയുകയാണെങ്കിൽ it permits conclusion about cause and effect relationship between variables. So based on this experimental research, we will be able to conclude the cause effect relationship between variables. അപ്പോൾ വേരിയബിൾസ് തമ്മിലുള്ള കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനായിട്ട് എക്സ്പെരിമെന്റൽ റിസർച്ച് കൊണ്ട് പറ്റും. ദെൻ അനദർ മെറിറ്റ് ഇസ് ഇറ്റ് ക്യാൻ ബി റെപ്ലിക്കേറ്റ്. ഇപ്പം നമുക്ക് നടത്തിയ റിസർച്ച് വേണമെങ്കിൽ റെപ്ലിക്കേറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ നടത്തിയ റിസർച്ച് വേറൊരാൾക്ക് വേണമെങ്കിൽ അതേപോലെ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാം. സോ ദാറ്റ് നമുക്ക് സെയിം റിസൾട്ട് തന്നെയാണോ കിട്ടുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇനി there are certain demerits for this experimental research. And first and important demerit is experiments are often artificial. നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് എക്സ്പെരിമെന്റ്. അപ്പം അതുകൊണ്ട് ഡേ ടു ഡേ ലൈഫുമായിട്ട് റിലേറ്റഡ് അല്ല എന്നുള്ള ഒരു ഡീമെറിറ്റ് പലപ്പോഴും ഇതിന് പറയാറുണ്ട്.
Second thing is experimental method can't be used to explore some research questions. ഇപ്പം എല്ലാ തരത്തിലുള്ള റിസർച്ച് ക്വസ്റ്റ്യൻസിനെയും ആൻസർ ചെയ്യാനായിട്ട് എക്സ്പെരിമെന്റൽ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റിയില്ല. And the third demerit is manipulation of variables are difficult or impossible. ചില വേരിയബിൾസിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഡിഫിക്കൽട്ടോ അല്ലെങ്കിൽ ഇമ്പോസിബിളോ ആയിരിക്കും. So these are the major merits and demerits of experimental research. Merits include cause-effect relationship can be established and it can be replicated, whereas demerits includes it is artificial and we cannot use this method to explore some research questions. Then it is very difficult to manipulate the variables.